ആ എടാ സെന്റിന് 8 ലക്ഷം വെച്ച് നമുക്ക് ഉറപ്പിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ ഞാൻ എന്നാൽ അങ്ങോട്ട് വിളിക്കാമേ, ഞാൻ ഒരാളെ കാണാൻ വേണ്ടി ഇരിക്കുക. ആ എന്താടാ എന്നെ കാണുമെന്ന് പറഞ്ഞേ? അളിയ എൻ്റെ പെങ്ങൾക്ക് സർജറി ഉള്ള കാര്യം നിനക്ക് അറിയാലോ അളിയ. എടാ ഒരു 50,000 ഷോർട്ടേജ് ഉണ്ട്, എൻ്റെ എടുക്കാൻ കാണൂ. ആ എടാ ഞാൻ കുറച്ച് ടൈറ്റില്ല, ചില്ലി കാശ് എടുക്കാനില്ല, അതുകൊണ്ടാ ഒന്ന് തോന്നല്ലേ. അല്ലളിയ പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഒരു ലാൻഡ് നല്ല എമൗണ്ടിന് കച്ചവടമായെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഓ അതെടാ എൻ്റെ പൈസയുണ്ട്, ഞാൻ മനഃപൂർവ്വം തരാത്തയാ. നിനക്ക് തന്നാലേ നീ തിരിച്ചു തരത്തില്ല, പിന്നെ ഞാൻ പുറകെ കിടന്നത് എണ്ടണം. രാവിലെ പൈസ ചോദിച്ച് ഇറങ്ങിയിരിക്കുന്ന ഓരോരുത്തം വരും. നീ എൻ്റെ ആരും നോക്കി പോയ ശരി അളിയ ഓടാ പുല്ലേ. അനിയനൊരു ആക്സിഡന്റ്, ഒരു 75,000 രൂപ എങ്ങനെയെങ്കിലും എൻ്റെ എടുക്കാൻ കാണും. അളിയ ഇത്രയും പൈസ ഞാൻ പെട്ടെന്ന് എവിടുന്ന് ഒപ്പിക്കാനാ? എടാ അത് നിന്റെ റോബിച്ചാൻ്റെ പൂത്താശുണ്ടാ, നീ ചോദിച്ചാൽ തരും. 4 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടയ്ക്കാം. ഓക്കെ അളിയ, നീ വിട്ടോ, ഞാൻ അച്ഛനെ വിളിച്ച് പൈസ സെറ്റാക്കാം. ശരിയല്ലേ, താങ്ക്സ്. ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. റോബിച്ചാ? ആ റോബിച്ച, ഹലോ. ആ പറയച്ചായ. അല്ല അച്ഛന് പൈസ കിട്ടിയില്ലേ? സോറി അച്ഛാ, സോറി അച്ഛന് ഞാൻ ഒരു 2 വീക്സിനുള്ളിൽ തരാം. സോറി അച്ഛാ.